മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം പുതിയ അധ്യായം ബംഗ്ലാദേശിൽ തുറക്കപ്പെടുകയാണോ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ടാരിഖ് റഹ്മാനാകട്ടെ 3 ദിവസത്തെ സന്ദർശനത്തിനായി തന്നെ ഇവിടെ ന്യൂഡൽഹിയിലേക്ക് എത്തുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മോദിയും ടാരിഖും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അധികാര മാറ്റത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ പുതിയൊരു വഴിത്തിരിവിന് സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നത്. പ്രധാനമന്ത്രിയായി തന്നെ ചുമതലയേറ്റ ശേഷം ടാരിഖ് റഹ്മാൻ നടത്തുന്ന ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം ഓഗസ്റ്റ് 3-ാം വാരത്തിൽ തന്നെ നടക്കും എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഓഗസ്റ്റ് 20 മുതൽ 25 വരെയുള്ള തീയതികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ ചർച്ച നടത്തുന്നു എന്നതാണ് സൂചന. ധക്കയിൽ നിന്നുള്ള സന്ദർശനം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു സന്ദേശം ഇപ്പോൾ വളരെയധികം വ്യക്തമായി തന്നെ പുറത്തു വരികയാണ്. ഷെയ്ഖ് ഹസീനയുടെ ശേഷമുള്ള ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ പുതിയൊരു സമവാക്യങ്ങൾ ഇവിടെ തേടുകയാണ്. 2024 രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ട നയതന്ത്ര അകലം അത് കുറയ്ക്കുക എന്നതാകും ടാരിഖ് റഹ്മാന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുമാത്രമല്ല, പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ധക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ ന്യൂഡൽഹി സന്ദർശനത്തിന് കേന്ദ്ര നേതൃത്വവുമായി നടന്ന ചർച്ചകൾക്കും പിന്നാലെയാണ് ഇത്തരത്തിൽ സന്ദർശന തീയതികൾ പ്രാഥമിക വിവരങ്ങളായി തന്നെ അല്ലെങ്കിൽ ധാരണയായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ടാരിഖ് റഹ്മാനും തമ്മിലുള്ള കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായാൽ അത് കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയായി മാത്രം ഒതുങ്ങില്ല. ഹസീനയുടെ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഏത് ദിശയിലേക്ക് പോകുന്നു എന്നതിന്റെ നിർണായക സൂചനയായിരിക്കും ഇത്. അതുമാത്രമല്ല, അതിർത്തി സുരക്ഷ, വ്യാപാരം, കണക്ടിവിറ്റി, ജലവിഭവം, കുടിയേറ്റം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിർണായകമാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നാലെ തന്നെ ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യവും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ശക്തി സമവാക്യങ്ങളും പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ചൈനയുമായി തന്നെ ബംഗ്ലാദേശ് അടുപ്പം കൂട്ടുമോ എന്നതും ഒരു ചോദ്യമാണ്. അതോ ഇന്ത്യയുമായുള്ള പഴയ തന്ത്രപ്രധാനമായ ബന്ധം അത് പുതിയ രൂപത്തിലേക്ക് ശക്തിപ്പെടുമോ എന്നതും ചോദ്യമാണ്. മാത്രമല്ല, അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ടാരിഖ് റഹ്മാന്റെ ഡൽഹി സന്ദർശനം സാധാരണ ഒരു ഔദ്യോഗിക യാത്രയാകില്ല. ഹസീന പോയി ഇനി ഡൽഹിയിലേക്കുള്ള വഴി മാറുമോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മോദി ടാരിഖ് കൂടിക്കാഴ്ച ഇപ്പോൾ വളരെയധികം സുപ്രധാനമായ ഒന്ന് അതായി തന്നെ മാറുകയാണ്. ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയും ഡൽഹിയിൽ പുതിയ ചർച്ചകൾ നടക്കുകയും ചെയ്യുകയാണ്. ദക്ഷിണേഷ്യയിൽ തന്നെ നയതന്ത്ര ചെസ് ബോർഡിൽ പുതിയൊരു നീക്കത്തിനാണ് ഇവിടെ കളമൊരുങ്ങിയിരിക്കുന്നത്. ഡൽഹിക്കും ധക്കയ്ക്കും ഒരുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഈ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്യന്തം സങ്കീർണമായ നിരവധി വിഷയങ്ങൾ കൂടുതൽ തന്നെ ചർച്ചയാകും. ഇന്ത്യയിൽ അഭയം തേടിയിരുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ശക്തമായി തന്നെ അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. കൂടാതെ തന്നെ മുൻപ് നിർത്തിവെച്ച വിസ സേവനങ്ങൾ പുനരാരംഭിക്കാൻ, അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല പങ്കിടൽ കരാറുകൾ, ഊർജ്ജ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയവ ഈ ചർച്ചകളിൽ പ്രധാന വിഷയമായേക്കാം. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശ് മണ്ണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന ഉറപ്പുകൂടി തേടുകയും ചെയ്യുമെന്നതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ദക്ഷിണേഷ്യയിലെ തന്നെ മാറിയ ഭരണകൂട സാഹചര്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിന്റെ കൂടി ഒരു പരീക്ഷണമാണ് ഈ സന്ദർശനം. വർഷങ്ങളായി തന്നെ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗുമായി മാത്രം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യക്ക് ഇപ്പോൾ BLP നേതാവായ ടാരിഖ് റഹ്മാനുമായുള്ള ബന്ധം പുതുക്കിയെടുക്കുക എന്നതാണ് ഏറെ നിർണായകമാകുന്നത്. ചൈനയുടെ പ്രാദേശിക സ്വാധീനം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ അയൽ രാജ്യമായ ബംഗ്ലാദേശുമായി വിശ്വസനീയമായ ഒരു സാമ്പത്തിക സുരക്ഷാ പങ്കാളിത്തം അവിടെ കെട്ടിപ്പടുക്കുന്നത് ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു സ്ഥാനം ഭദ്രമാക്കാൻ അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.